ഗൈസ്, നമ്മുടെ നറൂട്ടോ സീരീസിൽ മിനാട്ടോ സെൻസെ മരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മിനാട്ടോ മരിക്കാതിരുന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇറ്റാച്ചി മരിച്ചില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊരു വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ മുകളിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞ് ആ ഒരു ഇറ്റാച്ചിയുടെ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് മിനാട്ടോയിലേക്ക് വരാം. ലീഫ് വില്ലേജിൽ നൈൻറ്റെയിൽ അറ്റാക്ക് നടക്കുന്ന സമയത്താണ് നമ്മുടെ ഒബീറ്റോയും മിനാട്ടോയും തമ്മിൽ ഫൈറ്റ് നടക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ മിനാട്ടോക്ക് ഒബീറ്റോയുടെ കൂടിയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. കാരണം ഒബീറ്റോ തന്നെ ഇവിടെ പറഞ്ഞത് ഞാൻ മാതറ എന്ന രീതിയിലാണ്. അങ്ങനെ നമ്മുടെ മിനാട്ടോ ആണെങ്കിൽ ഒബീറ്റോ യൂസ് ചെയ്യുന്ന ടെക്നിക്സും മൂവ്സും ഒക്കെ മനസ്സിലാക്കി അതിനെതിരെ ഒബീറ്റോയുടെ ഒരു റെസിംഗർ അങ്ങ് കൊടുക്കുന്നു. അങ്ങനെ ഇതിനപ്പുറം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ഒബീറ്റോ ആണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നു. അതായത് സീരീസിൽ എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ തന്നെ, ഇതിലൊന്നും ഒരു മാറ്റവുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നൈൻറ്റെയിലിനെ സീൽ ചെയ്യുന്ന സമയത്താണ് ഇവിടെ മിനാട്ടോ മരിക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള സിറ്റുവേഷൻ കുറച്ച് മാറ്റമുണ്ട്. അതായത് ആദ്യം നമ്മുടെ കുഷിന പറയും എന്റെ ബോഡിയിൽ തന്നെ നൈൻറ്റെയിലിനെ സീൽ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ മിനാട്ടോയോട് പറയുന്നു. എന്നാൽ മിനാട്ടോ പറയും അത് വേണ്ട, കാരണം കുഷിനയുടെ ബോഡിയിൽ കുറാമയെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ കുഷിനയും മരിക്കും കുറാമയും മരിക്കും. ഇവിടെ കുഷിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ കുറാമയാണ്. കാരണം ഓരോ വില്ലേജിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു ടെയിൽഡ് ബീസ്റ്റും ജിഞ്ചിരിക്കും ഉണ്ടാകും. ഈ ഒരു ലീവ് വില്ലേജിനെ സ്പെഷ്യലായി മാറ്റുന്നത് തന്നെ നൈൻറ്റെയിൽ ആണ്. അപ്പോൾ നൈൻറ്റെയിൽ ഇല്ലാതായാൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും വില്ലേജിലുള്ള ആൾക്കാർ അവരുടെ ടെയിൽഡ് ബീസ്റ്റിനെ വെച്ച് ഈ ഒരു വില്ലേജിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ലീഫ് വില്ലേജിന് നൈൻറ്റെയിൽ ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കുഷിനെ മരിക്കുന്നതിനേക്കാൾ കുറാമ മരിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ അവസാനം എന്ത് ചെയ്യും, നമ്മുടെ നൈൻറ്റെയിലിനെ അതായത് കുറാമയെ നറൂട്ടോയുടെ ബോഡിയിൽ തന്നെ സീൽ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നറൂട്ടോ ചെറിയ കുട്ടിയത്ര, അവന്റെ ബോഡിയിൽ മുഴുവനായി നമ്മുടെ കുറാമയെ സീൽ ചെയ്യാനും കഴിയില്ല. അപ്പോഴാണ് മിനാട്ടോയ്ക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നത്. കുറാമയെ രണ്ടായി തിരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് സീൽ ചെയ്യാമെന്ന് പറയുന്നു. ഇത് മിനാട്ടോ കുഷിനയോടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നടക്കുന്നത് നമ്മുടെ കുഷിന റീപ്പർ ഡെത്ത് സീൽ യൂസ് ചെയ്ത് കുറാമയുടെ പകുതി അതായത് ഇൻ പാർട്ട് നമ്മുടെ നറൂട്ടോയുടെ ബോഡിയിൽ സീൽ ചെയ്യും. അത് കഴിഞ്ഞ് യാൻ പാർട്ട് ആദ്യം കുഷിനയുടെ ബോഡിയിൽ സീൽ ചെയ്ത് പിന്നീട് അത് മിനാട്ടോയുടെ ബോഡിയിൽ സീൽ ചെയ്യുന്നു. ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മുടെ കുഷിനയും മരിക്കുന്നു. അപ്പോൾ ഇവിടെ മിനാട്ടോയും മരിക്കുന്നില്ല, കുറാമയുടെ പകുതി സാക്ര മിനാട്ടോയുടെ ബോഡിയിലും ഉണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ് സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കുറാമ അറ്റാക്കിന് ശേഷമാണ് നമ്മുടെ ഇറ്റാച്ചി ഉച്ചിയ ക്ലാൻ തന്നെ ഇല്ലാതാക്കുന്നത്. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മിനാട്ടോ ജീവനോടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇറ്റാച്ചി ഉച്ചിയ ക്ലാനെ വൈപ്പ് ഔട്ട് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. കാരണം നമ്മുടെ മിനാട്ടോ തന്നെ ജനങ്ങളോട് ഡയറക്റ്റ് പറയും നൈൻറ്റെയിലിന്റെ അറ്റാക്കിന്റെ കാരണം ഉച്ചിയ ക്ലാൻ അല്ല എന്ന്. അപ്പോൾ പിന്നെ അവർക്കും ഒരു കുഴപ്പമില്ല. ഇനി മറ്റൊരു ഭാഗത്ത് നിന്ന് ഡാൻസോ ഇതുപോലുള്ള പരിപാടി ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മിനാട്ടോ അത് കണ്ടുപിടിച്ച് ഡാൻസോയെ വാൺ ചെയ്യുകയും ചെയ്യും. അതായത് നമ്മുടെ ഹീറോസൻ ഡാൻസോക്ക് കുറച്ച് ഫ്രീഡം ഒക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ മിനാട്ടോയുടെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഡാൻസോക്ക് കിട്ടുകയില്ല. അപ്പോൾ പിന്നെ ഉച്ചിയയും കുറച്ചൊക്കെ സേഫ് ആണ്. ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മിനാട്ടോയും അതുപോലെ തന്നെ ഉച്ചിയാസിന്റെ ലീഡറായിട്ടുള്ള ഫുഗാക്കുമായി നല്ലൊരു ടേംസിലാണ് മുന്നോട്ട് പോവുക. അപ്പോൾ സീരീസിൽ ഉള്ളതൊന്നും നടക്കാത്തത് കൊണ്ട് ഇറ്റാച്ചി അക്കാട്സുക്കിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്യില്ല. കൂടാതെ ഇറ്റാച്ചിയുടെ ഹെൽത്തും ഓക്കെ ആയിരിക്കും. കൂടാതെ വില്ലേജിൽ തന്നെ എപ്പോഴും ഉണ്ടാകും. ഇനി അത് കഴിഞ്ഞ് നമുക്ക് നറൂട്ടോയെ നോക്കാം. നറൂട്ടോ ഇവിടെ കുറച്ച് വളർന്നു കഴിഞ്ഞാലും മിനാട്ടോ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഹൊക്കാഗെയുടെ മകൻ എന്ന ആ ഒരു പേര് നറൂട്ടോയ്ക്ക് എപ്പോഴും ഉണ്ടാകും. കൂടാതെ സീരീസിൽ എല്ലാവരും അകറ്റി നിർത്തുന്ന നറൂട്ടോയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇവിടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നറൂട്ടോയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ ജിറായ സെൻസയും നറൂട്ടോയ്ക്ക് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എങ്ങനെ പോയാലും ഇതിലുള്ള നറൂട്ടോ വളരെയധികം ഹാപ്പി ആയിരിക്കും. ഇനി ഇതൊക്കെ കഴിഞ്ഞാണ് മെയിൻ സംഭവത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഓൾറെഡി മിനാട്ടോ വാസസ് ഒബീറ്റോ എന്ന ഫൈറ്റിൽ ഒബീറ്റോയുടെ മേൽ മിനാട്ടോ തന്റെ ആ ഒരു ഫ്ലൈയിങ് റേഞ്ചിൽ മാർക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മിനാട്ടോയ്ക്ക് ഒബീറ്റോയുടെ അടുത്തേക്ക് പോകാൻ സാധിക്കും. എന്നാൽ നമ്മുടെ മിനാട്ടോ ആണെങ്കിൽ ഇവിടെ ചാടി പിടിച്ച് ഒബീറ്റോയുടെ അടുത്തേക്ക് പോകില്ല. നമ്മുടെ മിനാട്ടോ ആണ് ഇവിടുത്തെ ഹൊക്കാഗെ. മിനാട്ടോ ലീഫ് വില്ലേജിലുള്ള എലൈറ്റ് ഷിനോബീസിനൊക്കെ വിളിച്ച് ഒബീറ്റോയെ പിടിക്കാൻ ഒരു പ്ലാൻ റെഡിയാക്കി വെക്കും. അതായത് ഈ ഒരു ഷിനോബീസ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അൻബു ബ്ലാക്ക് ഓപ്സിലുള്ള ആൾക്കാരും ജിറായ ഹിറൂസൻ ഫുഗാക്കു ഇവരൊക്കെ ഇതിൽ ഉൾപ്പെടും. കാരണം ഈ ഒരു ഒബീറ്റോ ആണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തതെന്ന് മിനാട്ടോയ്ക്ക് അറിയില്ല. കൂടാതെ മിനാട്ടോ ആണെങ്കിൽ ചിലപ്പോൾ മാതറയുടെ തന്നെ റിയാനിമേഷൻ ആണോ അത് തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു പ്ലാൻ ഇല്ലാതെ പെട്ടെന്ന് ഒബീറ്റോയുടെ മുന്നിൽ പോകുന്നത് ഒരു മണ്ടത്തരമായി പോകും. അങ്ങനെ നമ്മുടെ മിനാട്ടോയും ടീമും കുറച്ചുനാൾ വെയിറ്റ് ചെയ്ത് ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാക്കി പെട്ടെന്ന് എല്ലാവരും ടെലിപ്പോർട്ടായി ഒബീറ്റോയുടെ മുന്നിൽ എത്തുകയും ആ ഒരു മാസ്ക് അഴിച്ചു മാറ്റുമ്പോഴാണ് ഇത് തന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒബീറ്റോ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ സമയത്ത് നൈൻറ്റെയിൽ അറ്റാക്ക് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഒബീറ്റോ ആണെന്നും ഒബീറ്റോ കാരണം പല ആൾക്കാർ മരിച്ചതുകൊണ്ട് തന്നെ മിനാട്ടോ ഒബീറ്റോയെ കൊല്ലാൻ വേണ്ടിയാണ് ആദ്യം ശ്രമിക്കുക. എന്നാൽ ഇവിടെ മിനാട്ടോ ആണെങ്കിൽ ഒബീറ്റോയെ കൊല്ലില്ല, അവനെ പിടിച്ചു വെച്ച് സെല്ലിൽ അടക്കും. അതിന്റെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒബീറ്റോയുടെ
മിനാട്ടോയുടെ ബോഡിയിൽ ഹാഷിരാമ സെൽസ് ഉള്ളത് മിനാട്ടോയും ടീമും ഓൾറെഡി കണ്ടിരുന്നു. ഇവനിത് എങ്ങനെ കിട്ടി, ഇവനെ കൊണ്ട് ആരോ ഇത് ചെയ്യിപ്പിച്ചതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് നമ്മുടെ ഒബീറ്റോയെ കൊല്ലാതെ പിടിച്ചു വെച്ചിട്ടുള്ളത്. ഒബീറ്റോയുടെ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയാൻ പറഞ്ഞപ്പോൾ ഇതിന് പിന്നിൽ മാതറയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒബീറ്റോ ആരോടും പറയില്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും അങ്ങനെ കഴിയുന്നു. പിന്നീട് വില്ലേജിൽ ഒരു വലിയ പ്രശ്നമായി വന്നത് നമ്മുടെ ഒറോച്ചിമാറുവിന്റെയാണ്. കാരണം ഒറോച്ചിമാറു ആണെങ്കിൽ പല ആൾക്കാരെയും പിടിച്ചുകൊണ്ട് പോയി എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ് അവരൊക്കെ കൊല്ലുകയാണ് ചെയ്യുന്നത്. സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹിറുസൻ സറുട്ടോബി ആണെങ്കിൽ ആ ഒരു ലാബും ഡിസ്ട്രോയ് ചെയ്ത് ഒറോച്ചിമാറുവിനെ വാൺ ചെയ്ത് വിടുകയാണ്. എന്നാൽ ഇവിടെ മിനാട്ടോ ആണെങ്കിൽ ഇതൊക്കെ കണ്ട ആ ഒരു സ്പോട്ടിൽ തന്നെ ഒറോച്ചിമാറുവിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാക്കും. ഇപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും, ഒറോച്ചിമാറു ഒരു ലെജൻഡറി സനിയനല്ലേ? ഇവിടെ ഒറോച്ചിമാറു എത്രയൊക്കെ ലെജൻഡറി സനിയൻ എന്ന് പറഞ്ഞാലും മിനാട്ടോയുടെ മുന്നിൽ ഒറോച്ചിമാറു ഒന്നുമല്ല. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നറൂട്ടോയെ നോക്കിക്കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ നറൂട്ടോയെ ജിറായ തന്നെ ട്രെയിനിങ് ചെയ്യിപ്പിക്കും. കൂടാതെ കുറച്ചുകൂടി വേഗത്തിൽ നമ്മുടെ റസിംഗനും നമ്മുടെ നറൂട്ടോ പഠിച്ചെടുക്കും. കാരണം ജിറായ എങ്ങനെയാണ് റസിംഗൻ ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്താലും നമ്മുടെ റസിംഗൻ തന്നെ ക്രിയേറ്റ് ചെയ്തയാൾ മിനാട്ടോ ആണ്. അതുകൊണ്ട് ഇതിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഓൾറെഡി നറൂട്ടോക്ക് മിനാട്ടോ തന്നെ പഠിപ്പിച്ചു കൊടുക്കും. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ഡൗട്ട് ഉണ്ടാകാം, മിനാട്ടോ തന്നെ ഡയറക്റ്റ് നറൂട്ടോക്ക് പഠിപ്പിച്ചു കൊടുത്താൽ പോരെ എന്ന്. എന്നാൽ മിനാട്ടോ ഹൊക്കാഗെയാണ്. കൂടുതൽ സമയം മിനാട്ടോ ഹൊക്കാഗെ ഡ്യൂട്ടിയിൽ തന്നെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് കുറാമയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ നറൂട്ടോയുടെ ബോഡിയിലുള്ള ആ ഒരു കുറാമയെ സമാധാനിപ്പിച്ച് നല്ലൊരു ടേംസിലെത്തി ആ ഒരു കുറാമ ചാക്ര കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നറൂട്ടോ തന്നെ സീരീസിന്റെ അവസാനത്തിലാണ് നറൂട്ടോയും കുറാമയായി നല്ലൊരു ടേംസിൽ എത്തുന്നത്. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നറൂട്ടോക്ക് മുൻപ് തന്നെ നമ്മുടെ മിനാട്ടോ ആണെങ്കിൽ മിനാട്ടോ തന്റെ അകത്തുള്ള കുറാമയായി നല്ലൊരു ടേംസിൽ തന്നെ വരും. ഇവിടെ മിനാട്ടോയുടെ ബോഡിയിലുള്ള കുറാമ എന്ന് പറയുന്നത് ഇൻ പാർട്ടാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കുറാമയും ഇൻ പാർട്ടാണ്. അപ്പോൾ നമ്മുടെ നറൂട്ടോയ്ക്ക് കുറാമയെ എങ്ങനെ കൺട്രോൾ ചെയ്ത് ആ ഒരു ബോണ്ടിൽ കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മിനാട്ടോ കറക്റ്റ് ആയിട്ട് നമ്മുടെ നറൂട്ടോക്ക് പറഞ്ഞു കൊടുക്കും. കൂടാതെ കുഷിന ഒരു ജിഞ്ചുരിക്ക് ആയതുകൊണ്ട് കുറാമയെ പറ്റിയുള്ള മറ്റു ഡീറ്റെയിൽസ് ഒക്കെ മിനാട്ടോക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ആ കാര്യങ്ങളും നമ്മുടെ നറൂട്ടോയോട് ഷെയർ ചെയ്യും. അപ്പോൾ എന്തായാലും നറൂട്ടോ ക്ലാസിക്കിൽ തന്നെ നറൂട്ടോ ആ ഒരു കുറാമയായി നല്ലൊരു ടേംസിൽ വന്ന് നറൂട്ടോക്ക് ആ ഒരു ടെയിൽ ബീസ്റ്റ് ഫോമിൽ തന്നെ മാറാൻ സാധിക്കും. അതായത് ഞാനിവിടെ പറഞ്ഞു വന്നത് നറൂട്ടോക്ക് ടെയിൽ ബീസ്റ്റ് ഫോം യൂസ് ചെയ്യാൻ സാധിക്കും, എന്നാൽ അത് മാസ്റ്റേഡ് ചെയ്യാൻ കഴിയില്ല. നറൂട്ടോ ഇപ്പോഴും ചെറിയ കുട്ടി അത്ര. അത് കഴിഞ്ഞ് നമ്മുടെ ജിറായ ആണെങ്കിൽ നറൂട്ടോയെ മൗണ്ട് മിയോ ബോക്കുവിൽ കൊണ്ടുപോയി സേജ് മോഡും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുകയും അതിനിടയിൽ തന്നെ ചിലപ്പോൾ മിനാട്ടോയുടെ ആ ഒരു ഫ്ലൈയിങ് റേഞ്ചിനും മിനാട്ടോ നറൂട്ടോക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ചാൻസ് ഉണ്ട്. ഇനി നറൂട്ടോയെ വിട്ട് നമ്മുടെ സാസുകയെ നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെ സാസുകയുടെ കൂടെ ഫാമിലി ഉള്ളത് കൊണ്ട് തന്നെ സാസുകയെ കൂടുതലായും ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഇറ്റാച്ചി തന്നെയായിരിക്കും. എന്നാൽ ഫുൾ ടൈം അല്ല, കാരണം ഇറ്റാച്ചി അൻപൂലായിരിക്കും കൂടുതൽ സമയവും ഉണ്ടാവുക. കൂടാതെ ഇറ്റാച്ചിയുടെ കൂടെ ഷിസൂയി ഉള്ളത് കൊണ്ട് പുള്ളിക്കാരന്റെ കയ്യിൽ നിന്നും സാസുകയ്ക്ക് കുറച്ചധികം ട്രെയിനിങ് കിട്ടാനും ചാൻസ് ഉണ്ട്. എന്നാൽ സാസുകയെ കൂടുതലായും ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് തന്റെ ഫാദർ ആയിട്ടുള്ള ഫുഗാക്കു തന്നെ ആയിരിക്കും. ഈ സമയം ആകുമ്പോഴേക്കും നമ്മുടെ സാസുകയ്ക്ക് ഈ ഒരു ഷെറിംഗൻ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് ഏകദേശം മനസ്സിലായി കാണും. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ഫുഗാക്കുവിന് ഒരു മിഷൻ കിട്ടുന്നു. സാസുകയും ഫുഗാക്കുവിന്റെ കൂടെ പോകുന്നു. എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള മിഷൻ ആണെന്ന് കരുതി രണ്ടുപേരും പോയപ്പോൾ ഫുഗാക്കു എനിമിയുടെ കയ്യിൽ നിന്ന് മരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കാണുന്ന സാസുക ഇമോഷണലായി സാസുകയ്ക്ക് മാങ്കിക്കു ഷെറിംഗൻ അവയ്ക്കൺ ആകുന്നു. കൂടാതെ ഫുഗാക്കുവിന്റെ ആ ഒരു മാങ്കിക്കു ഷെറിംഗൻ സാസുകയ്ക്ക് കൊടുത്ത് സാസുക എറ്റേണൽ മാങ്കിക്കു ഷെറിംഗനും അവയ്ക്കൺ ചെയ്യുന്നു. അങ്ങനെ സാസുക തന്റെ ഫാദർ മരിച്ച സങ്കടത്തിൽ ഇതിനെല്ലാം കാരണം ലീഫ് വില്ലേജ് ആണ്. അതായത് ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു മിഷൻ ഫുഗാക്കുവിനെ ഒറ്റ കേൾപ്പിച്ചത് കൊണ്ട് തന്നെ സാസുകയ്ക്ക് വില്ലേജിന്റെ മുകളിൽ ദേഷ്യം വരാൻ വേണ്ടി തുടങ്ങും. ആ ഒരു പെർഫെക്റ്റ് ടൈമിലായിരിക്കും നമ്മുടെ ബ്ലാക്ക് സെറ്റ്സും അവിടെ വന്ന് സാസുകയോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സാസുകയെ മാനിപ്പുലേറ്റ് ചെയ്ത്, അതായത് ഇന്ദ്രയും മാതറയും ഒക്കെ ചെയ്തതുപോലെ തന്നെ സാസുകയും ആ ഒരു ഈവിൾ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ സാസുക ആണെങ്കിൽ വില്ലേജ് വിട്ട് പുറത്തു പോയി അക്കാട്സുക്കി ഗ്രൂപ്പിൽ ചേരുന്നു. എന്നാൽ ഇതേ സമയം ഇറ്റാച്ചി ആണെങ്കിൽ തന്റെ ബ്രദറിനെ എങ്ങനെയെങ്കിലും വില്ലേജിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഇറ്റാച്ചിയും ലീഫ് വില്ലേജ് വിട്ട് പുറത്തു പോയി ഇറ്റാച്ചിയുടെ ജേർണിയും സ്റ്റാർട്ട് ആകുന്നു. ഇതേ സമയമാണ് നമ്മുടെ നറൂട്ടോ വേഴ്സസ് പെയിൻ എന്ന ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീരീസിൽ എങ്ങനെയാണ് ഉണ്ടായത്? പെയിൻ വില്ലേജ് മുഴുവനായും ഡിസ്ട്രോയ് ചെയ്യുന്നു. നറൂട്ടോ സേജ് മോഡിൽ മാറി വില്ലേജിലേക്ക് വരുന്നു. നറൂട്ടോയെ റോഡ് വെച്ച് പിടിച്ചു വെക്കുന്നു. നറൂട്ടോയെ രക്ഷിക്കാൻ ഇവിടെ ഹിനാട്ട വരുന്നു. പെയിൻ ഹിനാട്ടയെ അടിച്ചിടുന്നു. നറൂട്ടോ ഔട്ട് ഓഫ് കൺട്രോൾ ആയി കുറാമ മോഡിലേക്ക് മാറുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. എന്നാൽ ഈ സിറ്റുവേഷനിൽ അതൊന്നും ഉണ്ടാകില്ല. കാരണം ഈ സമയത്ത് നമ്മുടെ കില്ലർ ബി ഒക്കെ ടെയിൽഡ് ബീസ്റ്റ് ചാക്ര ഉപയോഗിക്കുന്നത് പോലെ നറൂട്ടോയും ഇവിടെ പെർഫെക്റ്റ് ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. അതിന്റെ കൂടെ പ്ലസ് സേജ് മോഡും ആകുമ്പോൾ അത്രയധികം എഫേർട്ട് ഇല്ലാതെ നറൂട്ടോ പെയിനിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാക്കും. എന്നാൽ ഇവിടെ മിനാട്ടോയ്ക്ക് ഡയറക്റ്റ് പെയിനിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞാലും മിനാട്ടോ ഇവിടെ വില്ലേജിലെ ആൾക്കാരെ സേഫ് ആയിട്ട് മറ്റൊരു സ്ഥലത്ത് വെക്കാനാണ് ശ്രമിക്കുക. അങ്ങനെ പെയിനിന്റെ സിറ്റുവേഷനും ഇവിടെ കഴിയുന്നു. ഇനി അത് കഴിഞ്ഞ് ഇറ്റാച്ചിയെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റാച്ചി ഒരുപാട് തവണ പറഞ്ഞ് സാസുകയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഇറ്റാച്ചിക്ക് അത് കഴിയില്ല. പിന്നീട് അവസാനമാകുന്ന സമയത്ത് നമ്മുടെ മാതറ റിയാനിമേഷനായി വരും. സീരീസിന്റെ അവസാനം മാതറ ഒബീറ്റോ എന്ന രീതിയിലാണ് കാണിച്ചു തന്നതെങ്കിൽ ഇവിടെ മാതറ സാസുകെ എന്ന രീതിയിൽ രണ്ടുപേരും ഒരുമിച്ചാണ് ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു വാറ്
പോലെ തന്നെ ഇവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ആകുന്നു. ഇവിടെ സാസ്കയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ സാസ്കയുമായി ഡയറക്റ്റ് നമ്മുടെ ഇറ്റാച്ചി ആയിരിക്കും ഫൈറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇറ്റാച്ചി ഒരു വിധത്തിൽ സാസ്കയെ പിടിച്ചു വെച്ച് ആ ഒരു സെയിം ടൈം നമ്മുടെ നറൂട്ടോ വന്ന് നറൂട്ടോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സാസ്കയെ കൺവിൻസ് ചെയ്യിപ്പിച്ച് സാസ്കയ്ക്കും തന്റെ തെറ്റുകൾ മനസ്സിലാക്കി പഴയതുപോലെയായി മാറുന്നു. പിന്നീടുള്ളത് നമ്മുടെ മാദറയാണ്. ഇവിടെ നമ്മുടെ മിനാട്ടോ, ജിറയ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ടെൻറ്റെയിൽ ജിഞ്ചുരിക്ക് മാദറ ഉണ്ടെങ്കിൽ പോലും സീരീസിലുള്ളതുപോലെ അത്രയധികം എഫേർട്ട് ഇടാതെ തന്നെ മാദറയും ഡിഫീറ്റ് ചെയ്യുന്നു, നമ്മുടെ ബ്ലാക്ക് സെറ്റ്സുനെയും ഇല്ലാതാക്കുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് അവസാനം നമ്മുടെ കക്കാഷി പ്രിസണിൽ അടിച്ചു വെച്ച നമ്മുടെ ഒബീറ്റോയുടെ അടുത്ത് പോയി യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് തന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ഒബീറ്റോയും പഴയതുപോലെ ഒരു നല്ല ക്യാരക്ടറായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ മിനാട്ടോ മരിച്ചില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ഫാൻ തിയറിയെ ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇത് പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായവും എന്തായാലും കമന്റ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ജിറയ മരിച്ചില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും നമ്മുടെ റിൻ മരിച്ചില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും ഇതും നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.